Hi, welcome back. It's me Tanzira from Ritseju. Today I would like to discuss about some most important and expected question coming under financial management for the supplementary improvement students of 4th semester BBA 2014 syllabus onwards to 2018. അതായത് 2014 സിലബസ് ഫോളോ ചെയ്യുന്ന 2018 വരെയുള്ള 4th സെമസ്റ്റർ BBA സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പോഴുള്ള റെഗുലർ സ്റ്റുഡൻസിനും 4th സെമസ്റ്റർ BBA റെഗുലർ സ്റ്റുഡൻസിനും 2019 അഡ്മിഷൻ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും സെയിം സബ്ജക്റ്റ് ഉണ്ട്. അവരുടെ സെയിം സിലബസ് തന്നെയാണ് സപ്ലിമെൻ്ററി കുട്ടികളുടെ സിലബസും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഗുലർ സ്റ്റുഡൻസിന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഇതിലുണ്ട്. അപ്പോൾ അതിലും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആൻസർ നിങ്ങൾക്ക് ക്ലിയർ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു കുഡ് സ്കോർ എ ഗുഡ് മാർക്ക്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അപ്പോൾ മെനി ഓതേഴ്സ് ഡിഫൈൻ ദ ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. among this the most simple and important definition given by Howard and Upton. According to Howard and Upton, financial management can be defined as an application of general management principles to the areas of financial decision making. അതായത് general management principles. What are the general management principles? Planning, organizing, staffing, directing, controlling പോലെയുള്ള general management functions ഏത് ഏരിയയിൽ ഉപയോഗിക്കുക? ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഏരിയാസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർലി നമുക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ടു ദ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് ടേമിൻ്റെ കോമ്പിനേഷനാണ്. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ടേംസ്, നെയിംലി ക്യാപിറ്റൽ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ കമ്പനിയാണ്. വേറെ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പോസിഷൻ ഓർ എ പാറ്റേൺ ആണ്. അപ്പോൾ ഈ രണ്ട് ടേമും കൂടി ജോയിൻ ടുഗെദർ ആയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ റെപ്രസെൻറ്റ്സ് ദ മിക്സ്ചർ ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് എത്രത്തോളം എമൗണ്ട് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ നീഡ്സ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ബോത്ത് ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ലോങ് ടേം ഇക്വിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതിലൊന്ന് തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഫോർ affecting the capital structure. Then what do you mean by trading on equity? Trading on equity എന്ന് പറഞ്ഞാൽ taking advantage of equity share capital to borrowed funds on reasonable basis ആണ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ബോറോഡ് ഫണ്ട്സിൻ്റെ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ് റെഫേഴ്സ് ടു ദ അഡീഷണൽ പ്രോഫിറ്റ് വിച്ച് ഇക്വിറ്റി ഷെയർസ് മേക്ക് അറ്റ് ദ എക്സ്പെൻസസ് ഓഫ് അതർ ഫോംസ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് മറ്റുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസ് കൂടുതലായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡീഷണൽ പ്രോഫിറ്റാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് എൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ദ ബോറോഡ് ഫണ്ട്സ് ക്യാരിങ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ യൂസ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദി ഇക്വിറ്റി ഷെയർസ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ബോറോഡ് ഫണ്ട്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആർക്ക് കൊടുക്കുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് അഡീഷണൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് വൺ among the important factor determining the capital structure. Then second one, idea of retaining control. അതായത് ചില സമയത്ത് പ്രൊമോട്ടേഴ്സിന് അവരുടെ കയ്യിൽ തന്നെ ആ ബിസിനസ്സിൻ്റെ കൺട്രോൾ വേണമെന്നുള്ള
ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഡൺ ത്രൂ റേസിങ് ലാർജ് പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ബൈ ദി ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതൽ ഡിബെഞ്ചേഴ്സ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യും. അതാണ് ഐഡിയ ഓഫ് റീറ്റെയിൻ കൺട്രോൾ. ദെൻ ഫ്ലെക്സിബിലിറ്റി, അതായത് ഫ്ലെക്സിബിലിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു റേസ് ഫർദർ ക്യാപിറ്റൽ ഫ്രം എനി സോഴ്സസ് അറ്റ് എനി ടൈം. വീണ്ടും ക്യാപിറ്റൽ ആവശ്യമായി തോന്നുകയാണെങ്കിൽ അത് ഏത് സമയത്തും റേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ദ ഏർണിങ്സ്. നമ്മൾ കമ്പനിക്ക് ഒരു സ്റ്റേബിൾ ഏർണിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ ഏർണിങ്സ് റെഗുലർ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ലൈക്ക് ഡിബെഞ്ചേഴ്സ് ആണ് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലത്. ദ നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. മെയിൻലി രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ്. വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു ടേക്ക് റിസ്ക് അറ്റ് എനി ടൈം. ഏത് സമയത്തും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയർസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉള്ളൂ. കമ്പനി ലോസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണ്ട, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സ് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ എന്തുപയോഗിക്കുക, ഇക്വിറ്റി മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കുക. ഇനി അതർവൈസ് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറേ അല്ല അങ്ങനെയുള്ള ആളാണെങ്കിൽ നമ്മൾ കൂടുതൽ എങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഫിനാൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അവരെ നമ്മൾ കോഷ്യസ് ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയൽ. ദീസ് ഇൻവെസ്റ്റേഴ്സ് ആർ കോഷ്യസ് can able to use more debt than equity in the capital structure. The next ബിസിനസ്സിൻ്റെ നേച്ചറാണ്. അതായത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ നേച്ചർ അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഫണ്ട് ആവശ്യം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡെപ്റ്റ് ഫിനാൻസ് ആണോ ഇക്വിറ്റി ഫിനാൻസ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ പീരീഡ് ഓഫ് ഫിനാൻസ്. അതായത് ഇഫ് ദ ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ എ ഷോർട്ടർ പീരീഡ് ആണെങ്കിൽ ജനറലി ദേ ആർ റേസ്ഡ് ത്രൂ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ആണ്. ബാങ്ക്സ് നമ്മൾ ബോറോ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അതായത് ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ ദെൻ ലോങ് പീരീഡിലേക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ കമ്പനി റിക്വയർസ് ലോങ് ടേം ഫണ്ട്സ് ദേ ക്യാൻ ബി റേസ്ഡ് ബൈ ദ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ്. ഷെയറോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അതായത് ജനറലി ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ബൈ ഡിബെഞ്ചേഴ്സ് ഈസ് ചീപ്പർ ദാൻ ഫിനാൻസിങ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ഡിബെഞ്ചർ വഴി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കുറവാണ് ഇക്വിറ്റി ഷെയർ വഴി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനേക്കാളും. അപ്പോൾ അതും കൂടി നോക്കണം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്. അതായത് നമ്മൾ ഫാസ്റ്റർ ഗ്രോയിങ് ഫേംസ് ആണെങ്കിൽ അവർ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ക്യാപിറ്റലാണ് റാദർ ദാൻ ഇൻറ്റേർണൽ ക്യാപിറ്റൽ. പിന്നെ ടാക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഇൻട്രസ്റ്റ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. നമ്മളത് ഇൻട്രസ്റ്റ് നമ്മൾ ഡിബെഞ്ചറാണ് കൂടുതൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ദെർഫോർ ഹയർ ദ ഫേംസ് ടാക്സ് റേറ്റ് ദ ഗ്രേറ്റർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡെപ്റ്റ് അങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്. മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് മീൻസ് സം മാനേജ്മെൻറ്റ് ടെൻ ടു ബി മോർ കൺസർവേറ്റീവ് ദാൻ അതേഴ്സ് and thus use less debt securities than the other forms of securities. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നിർബന്ധമായും ഈ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിരിക്കണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ശരിക്കും ഓവർ ക്യാപിറ്റലൈസേഷൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്, ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ ഇസ് എ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി എക്സീഡ്സ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് അസറ്റ്. ആ കമ്പനിയുള്ള അസറ്റിനേക്കാളും കൂടുതലായിരിക്കും ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫോമിലൂടെ നമ്മൾ റേസ് ചെയ്ത ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ കമ്പനി ഈസ് ഓവർ ഫണ്ടഡ് ആണ്. കമ്പനി ഓവർ ഫണ്ടായ സിറ്റുവേഷനാണ്. അതായത് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഏതിനേക്കാൾ എക്സീഡ്സ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് അസറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് സംഭവിക്കുക, നമ്മളെ ഫേമിന് ഓവർ ഫണ്ടായ കേസിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ നമുക്ക് അതായത് കൂടുതൽ നമുക്ക് ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി പോവും. അതാണ് ഓവർ
ഓവർ ക്യാപിറ്റലൈസേഷൻ കൊണ്ട് പറ്റില്ല. ദെൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ക്യാൻ ഒക്കർ വെൻ എ കമ്പനി ഈസ് നോട്ട് പെർഫോമിങ് അറ്റ് എ ലെവൽ ദാറ്റ് ജനറേറ്റ് ക്യാഷ് ഫ്ലോ. അതായത് വിചാരിച്ചത്ര രീതിയിൽ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ, നമുക്ക് ആവശ്യമായ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ അണ്ടർ capitalized company does not have sufficient funds to meet the cash flow demanded of its business operation. അവരുടെ ബിസിനസ്സിനും അതേത്ര ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ കമ്പനിക്ക് പറ്റാണ്ടായി പോകും. അപ്പോൾ സച്ച് കമ്പനീസ് ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു മീറ്റ് ദ ക്യാഷ് ഫ്ലോ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എബിറ്റ് EPS അനാലിസിസ് ആണ്. എബിറ്റ് EPS അനാലിസിസ് എന്ന് പറഞ്ഞാൽ എബിറ്റ് മീൻസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആണ്. EPS മീൻസ് ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാനുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡിയൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓൺഡ് ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, അല്ലെങ്കിൽ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് നമ്മൾ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് മാക്സിമൈസ് ചെയ്യിപ്പിക്കുക. എങ്ങനെ? ഐഡിയൽ കോമ്പിനേഷൻ, അതായത് എത്ര പ്രൊപ്പോർഷൻ ഓൺഡ് ഫണ്ട് ഉപയോഗിക്കണം, എത്ര പ്രൊപ്പോർഷൻ ബോറോഡ് ഫണ്ട് ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു പൊസിഷനാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ കോസ്റ്റ് കുറക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാനൊരു ടെക്നിക്കാണ് എബിറ്റ് EPS അനാലിസിസ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് EPS ഈസ് ദ വാല്യൂ ഓഫ് EPS ഈസ് മോർ ദാൻ അറ്റ് എ ഗിവൺ എമൗണ്ട് ഓഫ് എബിറ്റ്. അതായത് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് എബിറ്റ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, ആ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് എബിറ്റിൽ എത്ര കണ്ട് നമുക്ക് ഏർണിങ്സ് പെർ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എബിറ്റ് EPS അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് ഈസ് used to determine the optimum capital structure in which the value of EPS is higher than ഫോർ ദ ഗിവൺ എമൗണ്ട് ഓഫ് എബിറ്റ്. അതായത് EPSൻ്റെ എമൗണ്ട് മാക്സിമം കൂട്ടിക്കൊടുക്കുക, ഏർണിങ്സ് പെർ ഷെയറിൻ്റെ എമൗണ്ട് മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക ഫോർ എ ഗിവൺ ലെവൽ ഓഫ് എബിറ്റ്. അതാണ് എബിറ്റ് EPS അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാനുള്ളൊരു ടെക്നിക്കാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡേ ടു ഡേ റണ്ണിങ്ങിന് ആവശ്യമായ ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നേച്ചർ ഓഫ് ദ ബിസിനസ് തന്നെയാണ്. അതായത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഓർഗനൈസേഷനാണ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള കൺസേണിലാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. വൈ സോ? ബിക്കോസ് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ഇൻവെൻട്രീസ് ആൻഡ് ഡെറ്റേഴ്സ് ആണ്. നേരെ മറിച്ച് ട്രേഡിംഗ് ഓർഗനൈസേഷൻ, അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രം നടക്കുന്ന ഓർഗനൈസേഷൻ, അവിടെ മാനുഫാക്ചറിങ് നടക്കുന്നില്ല. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് എമൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. ദ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിളാണ്. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സൈക്കിൾ സിംപ്ലി റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിന് ആവശ്യമായ ടൈം, അതായത് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ടൈം ഗ്യാപ്പാണ് പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ കൂടുന്നതിനനുസരിച്ചിട്ട് ദ ലോങ്ങർ ദ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ ദ ലാർജർ വിൽ ബി ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ കൂടുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കൂട്ടണം. ദ നെക്സ്റ്റ് സൈസ് ഓഫ് ദ ബിസിനസ്. ലാർജ് ബിസിനസ്സിനാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെൻട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണ് ആസ് കമ്പയർഡ് ടു സ്മോൾ സൈസ് കമ്പനീസ്. ദ നെക്സ്റ്റ് ടേൺ ഓവർ. ടേൺ ഓവർ മീൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ഒരു ടൈം ഗ്യാപ്പാണ്. ആ ടൈം ഗ്യാപ്പിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വിറ്റിട്ട് എത്രമാത്രം സ്പീഡിൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഇപ്പോൾ ടേൺ ഓവർ കൂടുതൽ
കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചേ വേണ്ടൂ. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് എമൗണ്ടേ വേണ്ടൂ. അപ്പോൾ ടേൺ ഓവർ കൂടുതലാണെങ്കിൽ ഇഫ് ദ ടേൺ ഓവർ ഈസ് ഹയർ ദെൻ ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ലെസ് ആൻഡ് വൈസ് വേഴ്സ. ദെൻ പിന്നെ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ടേംസ് ഓഫ് ട്രേഡ് ആണ്. അതായത് കൺസേൺ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ബേസിലാവാം ക്യാഷ് ബേസിലാവാം. അപ്പോൾ ഇഫ് എ കൺസേൺ ബൈസ് എവറിത്തിങ് ഓൺ ക്യാഷ് ബേസിസ് ആണെങ്കിൽ സച്ച് ഫേം ക്യാൻ റിക്വയർ മോർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അതായത് ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽ ഇസ് എ ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മേജർ പോർഷനും ആ റോ മെറ്റീരിയലിൻ്റെ പൈസയാണ് എങ്കിൽ അങ്ങനെയുള്ള ഫേമിൽ കൂടുതൽ എമൗണ്ട് റോ മെറ്റീരിയൽസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ അത്യാവശ്യമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീസണൽ ഫ്ലക്ച്വേഷൻ. ചില ഇൻഡസ്ട്രീസ് സീസണിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സീസൺ പീരീഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ അത്യാവശ്യമാണ്. ദെൻ പിന്നെ മാനുവൽ ലേബർ മെഷീനുണ്ട്. ലേബർ ഇൻറ്റൻസീവ് ഫേം ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഫേം ഉണ്ട്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബറേഴ്സിനാണ് മെഷീൻസിനേക്കാൾ യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പം കൂടുതൽ മെഷീൻസാണ് ഹ്യൂമൻ ബീയിങ്സിനേക്കാളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആകുന്ന സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ അത്യാവശ്യമാണ്. then അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഒരു കമ്പനി ഒരു ഗ്രോയിങ് കൺസേൺ ആണ്, അവർക്ക് നല്ലോണം ഇനിയും വളരാൻ ആഗ്രഹമുണ്ട്, അവർ ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫേമിന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് ടു ഫിനാൻസ് ഇറ്റ്സ് ഇൻക്രീസിങ് ആക്ടിവിറ്റീസ് ദാൻ അതർ ഓർഗനൈസേഷൻ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കമ്പനി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതിനൊരു ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സോളമൻ എസ്ര, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ മിനിമം റേറ്റ് ഓഫ് ഏർണിങ്സ് ഓർ ദ ഡിസ്കൗണ്ടിങ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ ക്വസ്റ്റിന്. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്നാമത്തെ ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ, അതായത് നമ്മൾ ഫേമിൻ്റെ ബൂം, റിസഷൻ, ഡിപ്രഷൻ പോലെയുള്ള കേസിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പോലെയുള്ള കേസിൽ ഇത്. അപ്പോൾ അതായത് നമ്മൾ ഒരു ഇൻഫ്ലേഷനറി സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ പൊതുവേ പർച്ചേസിങ് പവർ ഓഫ് മണി അവിടെ കുറവായിരിക്കും. അപ്പോൾ പർച്ചേസിങ് പവർ ഓഫ് മണി കുറവാകുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് റിക്വയർ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ടു കോമ്പൻസേറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്. ആ ലോസസ് കോമ്പൻസേറ്റ് ചെയ്യാൻ അവർ കൂടുതൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ കുറയും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്യും. അതായത് ഇൻഫ്ലേഷനറി കണ്ടീഷൻ ആകുന്ന സമയത്ത് പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറയുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് മണി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്യും. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാവ് എ ഡയറക്റ്റ് റിലേഷൻ വിത്ത് റിസ്ക്. അപ്പോൾ നമ്മൾ പണ്ടേ പറയലുണ്ട് റിസ്ക് ആൻഡ് റിട്ടേൺ ഗോ ടുഗെദർ ആണ്. അപ്പോൾ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും. അപ്പോൾ ഇഫ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാപിറ്റൽ ഈസ് ഹയർ ദെൻ ഓട്ടോമാറ്റിക്കലി ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഓൾസോ ബി ഹയർ. ദ നെക്സ്റ്റ് പോയിന്റ് ആണ് എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. അതായത് നമുക്ക് ഇപ്പോഴുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എമൗണ്ട് പോരാ, ഇനിയും നമുക്ക് അഡീഷണൽ ഫണ്ട് ആവശ്യമാണെങ്കിൽ ദ ഇൻവെസ്റ്റേഴ്സ് മേ ആസ്ക് ഫോർ ഹയർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അവരെന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ എമൗണ്ട് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് റിട്ടേൺ വേണം എന്നവർ ചോദിക്കും അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ് ആണ്. അതായത് പുതിയ പുതിയ കമ്പനികൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനികൾ തന്നെ ന്യൂ സെക്യൂരിറ്റീസ് അവർ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രിൻറ്റിംഗ് എക്സ്പെൻസ് വരും, ലീഗൽ ഫീസ് വരും, സെയിൽസ്മാൻ കമ്മീഷൻ വരും, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതൊക്കെ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ വരും. അപ്പോൾ അങ്ങനെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതലാകുന്ന സമയത്ത് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടുതലായിരിക്കും. പിന്നെ ടാക്സസ്, നിങ്ങൾക്കറിയാം ടാക്സസ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ ടാക്സും ക്യാപിറ്റലും ഒക്കെ ഡയറക്റ്റ് റിലേഷനാണ്. സോ പിന്നെ
അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ ടെക്നിക്കോ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ഫിക്സ്ഡ് അസറ്റ് പോലെയുള്ള ലാൻഡ്, പ്ലാന്റ്, ബിൽഡിംഗ്, മെഷീനറി പോലെയുള്ള ഫിക്സ്ഡ് അസറ്റിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അതോടെ ഇങ്ങനെയുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ കുറേ കാലത്തേക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തീരുമാനിക്കണം. കാരണം ക്രോസോ അല്ലെങ്കിൽ ലാക്സ് ഓഫ് റുപ്പീസാണ് നമ്മളൊരു ബിൽഡിങ്ങിലോ പ്ലാന്റിലോ മെഷീനറിയിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എത്രമാത്രം അതിന് റിട്ടേൺ, എത്ര വർഷത്തിനുള്ള റിട്ടേൺ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏതൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോജക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യുക? അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിക്കാം. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ആൻസർ ആണ്. അപ്പോൾ അതിലുള്ള മെത്തേഡ്സ് ആണ് മെയിനായിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് മോഡേൺ മെത്തേഡ്, അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡ്. നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ വരുന്നതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ് മെത്തേഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും. അതായത് നോൺ ഡിസ്കൗണ്ടഡ് എന്ന് പറയാൻ കാരണം തന്നെ അവിടെ എന്തില്ല, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ മണിയിലുണ്ടാകുന്ന ചേഞ്ചസ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നോൺ ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നാണ് പേ ബാക്ക് മെത്തേഡ്. പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ ടൈം പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ എൻ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ എ പ്രോജക്റ്റ് ആണ്. ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ഇട്ട് ഈ 10 ലക്ഷം രൂപ എത്ര പീരീഡിൻ്റെ ഉള്ളിലാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, ആ ടൈം ഗ്യാപ്പ്, ആ പീരീഡിൻ്റെ ടൈം ഗ്യാപ്പിനെയാണ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കില്ല എങ്ങനെയാണ്? രണ്ട് പ്രോജക്റ്റ് നിങ്ങളെ മുമ്പിലുണ്ട്, രണ്ട് പ്രോജക്റ്റിൻ്റെയും പേ ബാക്ക് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് പേ ബാക്ക് പീരീഡ് കുറവുള്ള പ്രോജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ അങ്ങനെയാണ് തീരുമാനം എടുക്കൽ. അപ്പോൾ ഈ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഈ ഫോർമുല എല്ലാ കേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അൺഈവൻ ആകുന്ന സമയത്ത്, അതായത് എല്ലാ വർഷവും ഒരേ എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല, ഡിഫറെൻറ്റ് എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻഫ്ലോ ഒക്കെ കൂട്ടിയിട്ട് എപ്പോഴാണോ നമ്മൾ ഒറിജിനൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നത് അതായിരിക്കും നമ്മുടെ പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇങ്ങനെയാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പ്രകാരം ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ വരുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. പിന്നെ വേറൊരു മെയിൻ ഡ്രോബാക്കാണ് പേ ബാക്കിൻ്റെ. നമ്മളിപ്പോൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തതിനാൽ ഇപ്പോൾ ഒരു 5 വർഷം ആയുസുള്ള ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ 5 വർഷം ആയുസുള്ള ഒരു മെഷീനറിയാണ്. ആദ്യത്തെ 2 വർഷം കൊണ്ട് തന്നെ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള 3 വർഷത്തിലുണ്ടാകുന്ന റിട്ടേൺ നമ്മൾ ഒരിക്കലും പേ ബാക്ക് പീരീഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. അത് പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്കാണ്. ആ ഡ്രോബാക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ARR മെത്തേഡ് വന്നിട്ടുള്ളത്. ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? ദ എൻറ്റയർ ലൈഫ് ഓഫ് എ പ്രോജക്റ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഒരു പ്രോജക്റ്റിൻ്റെ മൊത്തം ലൈഫ് സൈക്കിൾ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ മെത്തേഡിൻ്റെ പേര്, ദിസ് മെത്തേഡ് റിലേറ്റ്സ് ഇൻകം ഓർ ഏർണിങ്സ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ആവറേജ് എങ്ങനെയാണ്? ദ ആവറേജ് റിട്ടേൺ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ഓൾ ദ ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവൈഡിങ് ദം ബൈ പ്രോജക്റ്റ് ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ARRൻ്റെ ബേസിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക? ദ ഹയർ ദ ആവറേജ് റേറ്റ് ഓഫ് ദ റിട്ടേൺ ദ ബെറ്റർ വിൽ ബി ദ പ്രോജക്റ്റ്. അപ്പോൾ കൂടുതൽ ARR ഉള്ളതാണ് നല്ല പ്രോജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ഈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യും? മുമ്പേ പ്രീ ഡിറ്റർമൈൻ ചെയ്ത സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എബവ് ദ കട്ട് ഓഫ് റേറ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് റിജക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ARR ബേസിൽ. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്. അതിൽ ഒന്നാമത്തെയാണ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. അവിടെ നമ്മൾ കണക്കൂട്ടുന്നത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ ഈസ് കമ്പയർഡ് വിത്ത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. എന്നിട്ട് എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് NPV ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് NPV. അപ്പോൾ
ഈ എൻ പി വിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുക? അതായത് ഇഫ് ദ എൻ പി വി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ദെൻ ദാറ്റ് പ്രോജക്റ്റ് ഈസ് റിജക്റ്റഡ്, ആൻഡ് ഇഫ് ദ എൻ പി വി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഹയസ്റ്റ് എമൗണ്ട് ദാൻ എനി അതർ പ്രോജക്റ്റ് ദെൻ സച്ച് പ്രോജക്റ്റ് ഈസ് ആക്സെപ്റ്റഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻ പി വിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് PI മെത്തേഡ്, ദാറ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ്. ഇത് ഓൾമോസ്റ്റ് എൻ പി വി മെത്തേഡിന് ഈക്വൽ ആണ്. ബട്ട് എൻ പി വിയിൽ നമ്മൾ ചെയ്തത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നമ്മളിവിടെ എടുക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ വേറൊരു പേരാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ടു കമ്പയർ ദ പ്രോജക്റ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ. ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രോജക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ദെൻ ഇതും ഈ PI മെത്തേഡ് എൻ പി വി ആയിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് PI മെത്തേഡിൻ്റെ. ഇറ്റ് ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ ദ NPV പൊസിഷൻ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ പൊസിഷനും കൂടിയും ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ NPV ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇഫ് ദ പ്രോഫിറ്റബിൾ ഇൻഡെക്സ് ഓർ PI ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ NPV 0 ആയിരിക്കും. ആൻഡ് ഇഫ് ദ പ്രോഫിറ്റബിൾ ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ NPV പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഇഫ് ദ PI പ്രോഫിറ്റബിൾ ഇൻഡെക്സ് ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് NPV പൊസിഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് മെത്തേഡാണ് IRR മെത്തേഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ NPV മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും എന്ത് തീരുമാനിക്കുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഇൻഡിക്കേറ്റ്സ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് എ പ്രോജക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ്. അതുമാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഒരിക്കലും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ഏതിൽ? NPVയിൽ. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വന്നിട്ടുള്ളത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ്. അതായത് ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ഒരു പ്രത്യേക ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതുവരെ? ടിൽ ദ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോൻ്റെ ടോട്ടൽ ഒരു പ്രത്യേക ക്യാഷ് ഇൻഫ്ലോൻ്റെ എമൗണ്ട് ഒരു പ്രത്യേക ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രത്യേക ആ പൊസിഷനിൽ ഉണ്ടാകുന്നൊരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് IRR എന്ന് പറയുന്നത്. സോ ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ് ടിൽ എ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സച്ച് എ റേറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് IRR. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക? ദസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഭാവിയിൽ ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയൽ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ തീരുമാനം എടുക്കൽ IRR കൂടുതലുള്ള പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് ആയിരിക്കും, IRR കുറവുള്ള പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാണ്. സോ ദ കാൽക്കുലേറ്റഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് കമ്പയർഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇഫ് ദ IRR ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ then that project is accepted. if it is less than the cost of capital ആണെങ്കിൽ that project is rejected. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PI IRR ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ARR ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ദെൻ പിന്നെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പിന്നെ ഇതുപോലെയുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൻ്റെ മെത്തേഡ്സ് ഒക്കെ. പിന്നെ നെക്സ്റ്റ് വാട്ട് ഈസ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ? നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഐഡിയൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതാണ് ആ ഒരു പൊസിഷനാണ്. അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഓൺഡ് ക്യാപിറ്റൽ ബോറോഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഐഡിയൽ കോമ്പിനേഷനാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അല്ലെങ്കിൽ വേറെ അടുത്ത് പറഞ്ഞാൽ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ഓൺഡ് ക്യാപിറ്റൽ ബോറോഡ് ക്യാപിറ്റലും എത്ര ഐഡിയൽ കോമ്പിനേഷനിൽ ഉപയോഗിച്ചു
വെച്ചിട്ട് എന്നുള്ളൊരു പോയിൻ്റാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് കിട്ടിയ ഉടനെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 4th BBA സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസിനുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ സിലബസ് തന്നെയാണ് റെഗുലർ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അവരുടെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ചെയ്ത് കേൾക്കുക. സോ താങ്ക് യു ഓൾ. താങ്ക് യു.